എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസിക്ക് നല്ലൊരു മാർക്ക് വേണം എന്നുദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡെയിലി ട്യൂഷൻ സീരീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് 5ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും 7 മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. മുൻ വീഡിയോസ് കാണുന്നതിനായി ചാനലിലെ പ്ലേലിസ്റ്റ് ഡെയിലി ട്യൂഷൻ വഴി കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഡെയിലി ട്യൂഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഒരു 4 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്നും വരാറുള്ളതാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വില്ല് കാണാൻ 3 ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മുമ്പ് നമുക്കറിയാം. നോർമൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് റിലേറ്റ് ടു ദി പ്രോഫിറ്റ് മെയ്ഡ് ബൈ എ ഫേം ഫോർ ദി ലാസ്റ്റ് 4 ഇയേഴ്സ്. ലാസ്റ്റ് 4 ഇയേഴ്സിലെ ഇയറും പ്രോഫിറ്റും തന്നിരിക്കുകയാണ്. നമുക്ക് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. 4 ഇയേഴ്സ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് നമുക്ക് ഗുഡ് വില്ല് കണ്ടുപിടിക്കേണ്ടത്. 4 ഇയേഴ്സ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാണാൻ നമുക്ക് ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റിന് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അത് സൂപ്പർ പ്രോഫിറ്റിലേക്ക് അപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് പ്രോഫിറ്റാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് 4 വർഷത്തെ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ 45,000 നമുക്ക് ആവറേജ് പ്രോഫിറ്റ് ലഭിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100 ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 lakh ഇൻറ്റു നോർമൽ റേറ്റ് നമുക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10/100. അപ്പോൾ നമുക്ക് 20,000 കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് 45,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 25,000 കിട്ടും. ഇനി നമുക്ക് ഗുഡ് വില്ല് കണ്ടുപിടിക്കാമല്ലോ. ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമുക്കിപ്പോൾ കിട്ടി 25,000 ഇൻറ്റു നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ് വരുന്നത്? 4. അപ്പോൾ 25,000 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 lakh ഗുഡ് വില്ലായിട്ട് ലഭിക്കും. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് അറിയേണ്ടത്? ഈ 3 ഇക്വേഷൻ ആണ് കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും.